വാഴക്കുടപ്പൻ അഥവാ വാഴക്കൂമ്പ് എന്നറിയപ്പെടുന്നതാണിത്. അപ്പം ഇതിന് നമുക്കൊന്ന് തോരൻ വെക്കാം. ഈ വാഴക്കുടപ്പൻ കിട്ടിയാൽ കളയരുത് കേട്ടോ, നല്ല സാധനമാണ്. ചിലവർ ഇത് കളയിനൊക്കെ കാണാം. ഞാനിതിനത് വെറുതെ വിടാറില്ല. ഞാനിത് തോരൻ വെക്കാൻ പോണ്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് കറ കളയണം. അതിനുശേഷം നമ്മൾ നാളികേരത്തിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തത് ചതച്ചെടുക്കണം. ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക്. വാഴക്കൂമ്പ് നമ്മൾ അരിഞ്ഞ് കറ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നന്നായി കഴുകിയിട്ട് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ വാഴക്കൂമ്പ് ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുക്കുക. വാഴക്കൂമ്പ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇതേപോലെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നാളികേരം ചതയ്ക്കണം. അതേപോലെ തന്നെ നാളികേരത്തിൽ ചെറിയുള്ളി, അതേപോലെ പച്ചമുളക്, ഇനി വെളുത്തുള്ളി, ഇനി മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കട്ടോ മിക്സിയിൽ. ഇത് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ നാളികേരം ചതച്ചതാണ് ഇട്ടത്. ഇതേപോലെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് കടുകും മുളകും ഒക്കെ വറക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില, ഉണക്കമുളക് എല്ലാം ചേർക്കണത്. കടുക് നന്നായിട്ട് പൊട്ടണം. ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാക്കൂട്ടില്ല, നല്ല ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്ന വരെ ഇളക്കി കൊടുക്കണം. ആ പച്ചമണം പോകുന്ന വരെ ഇളക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കാം. നല്ല പച്ചമണം പോകണം കേട്ടോ നാളികേരത്തിൻ്റെ. അധികം മൊരിയണ്ട, പച്ചമണം പോയാൽ മതി. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒരു പച്ചമണം പോയി. നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൂടിയിട്ട് വേവിക്കണം. അപ്പോൾ വാഴക്കൂമ്പ് നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ. ഇത് അധികം വേവൊന്നുമില്ല, കാബേജിൻ്റെ ഒക്കെ വേവുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ വേവുന്നു. ഇതിൽ ചിലവർ ചെറുപയർ വേവിച്ച് ചേർക്കും, അല്ലെങ്കിൽ മുതിര, ഉണക്കപ്പയർ അങ്ങനത്തെയൊക്കെ വേവിച്ച് ചേർത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും വെച്ച് നോക്കണം. പറയും വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി അങ്ങനത്തെയൊക്കെ കറി വെച്ച് കഴിക്കാനാണ് പറയുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ നമുക്ക്. അപ്പം ഇതിൽ തന്നെ ഒരു വെള്ളമുണ്ട്. നമ്മൾ കഴുകിയ വെള്ളം മാറ്റി വെച്ചില്ല, അപ്പം അതിൽ തന്നെ വെള്ളം വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെന്തോളും.